പലവിധ പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനം വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ചതും 9 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്റെ കേരളം പരിപാടിയുടെ സമാപന ദിവസമായ മെയ് 23-ന് ജനങ്ങൾക്ക് മുൻപാകെ സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട മലപ്പുറം ജില്ലയിൽ സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിപ, ഓഖി, നൂറ്റാണ്ടിലെ മഹാപ്രളയം, കോവിഡ്, കാലവർഷക്കെടുതി, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ തുടങ്ങി അനേകം പ്രതിസന്ധികളെ സർക്കാർ വിജയകരമായി അതിജീവിച്ചു. ഈ പ്രതിസന്ധികൾക്കിടയിലെല്ലാം സഹായിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടായിരുന്നുവെങ്കിലും സഹായിച്ചില്ലെന്ന് മാത്രമല്ല, ലഭിക്കേണ്ടിയിരുന്ന സഹായങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. എല്ലാ രംഗത്തും ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന രീതിയിലുള്ള പുരോഗമനമാണ് സംസ്ഥാനം കൈവരിച്ചത്. ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും കേന്ദ്ര സർക്കാരിന്റെ നിസ്സഹകരണങ്ങൾക്കിടയിലും ദേശീയ തലത്തിൽ തന്നെ മികച്ച അംഗീകാരങ്ങളാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ 2023-2024 വർഷത്തിൽ 72.84% അധിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. 3 വർഷം മുൻപ് നികുതി വരുമാനം 47,000 കോടിയായിരുന്നത് ഇന്ന് 81,000 കോടിയായി വർദ്ധിച്ചു. പൊതുകടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അന്തരം മുൻ വർഷത്തിലേതിനേക്കാൾ കുറഞ്ഞു. പ്രതിശീർഷ വരുമാനം 2016-ൽ 1,48,000 കോടിയായിരുന്നത് 2,28,000 കോടിയായി ഉയർന്നു. സംസ്ഥാനത്തെ യുവജനങ്ങൾ ഐടി രംഗത്തെ വലിയ പുരോഗതി ആഗ്രഹിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്താദ്യമായി ടെക്നോ പാർക്ക് സ്ഥാപിച്ചത് നമ്മളാണെങ്കിലും അതിനനുസരിച്ചുള്ള പുരോഗതി പിന്നീടുണ്ടായില്ല. എന്നാൽ ഈ സർക്കാർ വന്ന ശേഷം നല്ല പുരോഗതിയാണ് ഈ മേഖലയിലുണ്ടായത്. 2016-ൽ 640 കമ്പനികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1,106 കമ്പനികളായി. ഐടി മേഖലയിൽ 2016-ൽ 78,068 തൊഴിലവസരങ്ങളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 1,48,000 മൊത്തം ഐടി കയറ്റുമതി 34,123 കോടി രൂപയിൽ നിന്ന് ഇപ്പോൾ 90,000 കോടി രൂപയായി. സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായാണ് കേരളത്തെ ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലും വിശേഷിപ്പിക്കുന്നത്. 2016-ൽ 640 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നത് നിലവിൽ 6,300 വർദ്ധിച്ചു. 5,800 കോടി രൂപയാണ് സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകളിലെ നിക്ഷേപം. 2026 ആകുമ്പോൾ 15,000 സ്റ്റാർട്ടപ്പുകളാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. സ്റ്റാർട്ടപ്പ് മേഖലയിലൂടെ 1,00,000-ലേറെ തൊഴിലുകൾ സൃഷ്ടിക്കും. കേരളം ഈ കാലയളവിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒട്ടേറെ സംരംഭങ്ങൾ സൃഷ്ടിച്ചു. ആധുനിക വിജ്ഞാനോൽപാദനത്തിന്റെ കേന്ദ്രമായി കേരളം മാറുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. NIRFന്റെ പട്ടികയിൽ രാജ്യത്തെ ആദ്യത്തെ 1 ഡസൻ സർവകലാശാലയിൽ 3 കേരളത്തിലേതാണ്. കൊച്ചിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ലേണേഴ്സും മൈക്രോബയോളജി മേഖലയിൽ മികവിന്റെ കേന്ദ്രവും ഉടൻ സ്ഥാപിക്കും. 3 സയൻസ് പാർക്കുകളാണ് ഈ സർക്കാരിന്റെ കാലത്ത് നിലവിൽ വന്നത്. 2016-ൽ 12% വ്യാവസായിക വളർച്ച ഇപ്പോൾ 17% ഉയർന്നു. സംസ്ഥാനത്തെ വ്യവസായ സൌഹൃദമാക്കാൻ നിയമങ്ങളിലും ചട്ടങ്ങളിലും ചില ഭേദഗതികൾ വരുത്തി. ഇപ്പോൾ വ്യവസായങ്ങൾ കഴിയുന്നത്ര വേഗം തുടങ്ങാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. 23,000 തൊഴിലവസരങ്ങളാണ് വ്യവസായ മേഖലയിലുണ്ടായത്. കൊച്ചിയിൽ സംഘടിപ്പിച്ച നിക്ഷേപക സംഗമത്തിൽ 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപമാണുണ്ടായത്. പവർ കട്ടും ലോഡ് ഷെഡിംഗും ഇല്ലാത്ത സംസ്ഥാനമായതിനാൽ ഉൽപാദനം വർദ്ധിക്കുകയും വ്യാവസായിക പുരോഗതിയുണ്ടാവുകയും ചെയ്തു. ആരോഗ്യമേഖലയിൽ 2,762 കോടിയുടെ സൌജന്യ ചികിത്സ ലഭ്യമാക്കുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. 73 ലക്ഷം ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കി. ക്ഷേമ പെൻഷൻ 2016-ൽ 600 രൂപയായിരുന്നു. അതും 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. ഈ സർക്കാർ അത് 1,600 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും കുടിശ്ശിക തുക മുഴുവൻ കൊടുത്തു തീർക്കുകയും ചെയ്തു. 9 വർഷത്തിനിടെ 4 ലക്ഷത്തിലധികം പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തിയതിലൂടെയാണ് ഈ നേട്ടം കൈവരിക്കാനായത്. രാജ്യത്ത് വിലക്കയറ്റം ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ്. ക്രമസമാധാന നിലയും ഭദ്രമാണ്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 4.5 ലക്ഷം വീടുകളാണ് പൂർത്തിയാക്കിയത്. 1.5 ലക്ഷം വീടുകൾ കൂടി ഉടൻ പൂർത്തിയാകും. വരുന്ന നവംബർ 1-ന് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിദരിദ്രരുടെ എണ്ണത്തിൽ 78% കുറവ് വരുത്തുവാൻ സംസ്ഥാനത്തിനായിട്ടുണ്ട്. അർഹമായ വിഹിതം കേന്ദ്ര സർക്കാർ തടയുമ്പോഴും ഇതിനെല്ലാം തുണയായത് സംസ്ഥാനത്തിന്റെ തനതു വരുമാനത്തിലുണ്ടായ വലിയ വളർച്ചയാണ്. 2016-ൽ 26% തനതു വരുമാനം നിലവിൽ 70% ഉയർന്നു. തനതു വരുമാനത്തിൽ 3 വർഷം കൊണ്ട് 47,000 കോടി രൂപയുടെ വളർച്ചയാണുണ്ടായത്. നാടും ജനങ്ങളും നൽകിയ പിന്തുണയാണിതിന് തുണയായത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന വികസനത്തിന് മാത്രം 5,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. 2016-ൽ 2% മാത്രമായിരുന്ന കാർഷിക രംഗത്തെ വളർച്ചാ നിരക്ക് ഇപ്പോൾ 4.6%. നാടിന്റെ ഇത്തരം വികസന ചിത്രങ്ങളാണ് പ്രചരിക്കേണ്ടത്. അതിനു പകരം നെഗറ്റീവ് ചിത്രങ്ങൾ പ്രചരിക്കാൻ നാം അനുവദിക്കരുത്, മുഖ്യമന്ത്രി പറഞ്ഞു. യോഗത്തിൽ കായിക, ഹജ്ജ്, വഖഫ് കാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ VK രാമചന്ദ്രൻ, PP സുനീർ MP, MLA-മാരായ ഡോക്ടർ KT ജലീൽ, P നന്ദകുമാർ, നാഷണൽ ആയുഷ് മിഷൻ ഡയറക്ടർ ഡോക്ടർ D സജിത് ബാബു,
മുൻ മന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടി എന്നിവർ സന്നിധരായിരുന്നു. ജില്ലാ കളക്ടർ VR വിനോദ് സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ് നന്ദിയും പറഞ്ഞു. സർക്കാരിന്റെ ക്ഷേമ പദ്ധതി ഗുണഭോക്താക്കൾ, വിവിധ വകുപ്പുകൾ, പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളുടെ പ്രതിനിധികളായ 1000-ഓളം പേരാണ് പങ്കെടുത്തത്. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.